നമ്മൾ വിട്ടു. നമ്മുടെ അയൺ ഫാം വർക്ക് ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ വില്ലേജർ ട്രേഡിംഗ് ഹാളിൻ്റെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വന്ന് ഇവിടെ നിന്നു. ഞാൻ നിന്നപ്പോഴെല്ലാം എന്താ പറയുക, നമ്മുടെ അയൺ ഫാം ഇവിടെ വർക്കിംഗ് ആയിരുന്നു. ഞാനിപ്പോൾ വന്ന് നോക്കുന്നു, നമ്മുടെ അയൺ ഫാം വർക്ക് ചെയ്യുന്നു. ഞാൻ കുറേ നേരം ഇവിടെ നിൽക്കുന്നു. ഒരയങ്കോളം പോലും ഇവിടെ വരുന്നില്ല. അല്ല, ഇപ്പം നല്ല നൈറ്റാണ്. ഞാൻ മുമ്പ് നിന്നിട്ട് കുറച്ച് അയൺ ഇവിടെ വന്നിരിക്കുന്നുമുണ്ട്. എന്നിട്ട് ഞാനിതെന്താ വർക്ക് ചെയ്യാത്തത് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് നമ്മളിങ്ങനെ ഇന്നലെ പണിത് വെച്ച ലോസ് സാധനം നമ്മൾ കാണുന്ന ഇങ്ങനെ അഴിഞ്ഞ് വരുന്നുണ്ട്. അത് വന്നിട്ട് ഞാൻ അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഇവന്മാരെ കണ്ടത്. ഇവിടെ എല്ലാം മോബ്സാണ്. മറ്റേ പൊടാ ഇവിടെ യൂട്യൂബർ എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ആ വന്നത്. ഒരുത്തൻ്റെ അങ്ങ് അറ്റം പോയി, ഒരുത്തൻ്റെ ഇവിടെ പോയിട്ട് ഇവന്മാരെങ്ങനെ പുറകിൽ വെളിയിൽ പോണേ. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് ബെഡ് റോക്ക് എഡീഷനാണ്. നമ്മുടെ വില്ലേജ് എന്നിപ്പം അടിപൊളി. നമ്മുടെ അവിടെ നിന്ന് ഇത്രയും വരെ 100 ബ്ലോക്ക് ഇല്ല. അതാണ് ഇവിടെ 100 ബ്ലോക്കിൽ കൂടുതലില്ല. അതാണ് ഇത് ബ്രേക്കായിപ്പോൾ. ഇനി നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ഹാൾ പൊളിച്ച് മാറ്റണം, അല്ലെങ്കിൽ ഇത് പൊളിച്ച് മാറ്റണം. എനിക്ക് എന്തായാലും അയൺ ഫാം പൊളിച്ച് മാറ്റാൻ യാതൊരു ഉദ്ദേശവുമില്ല. കാരണം നല്ല കഷ്ടപ്പെട്ടിരുന്ന് ഉണ്ടാക്കിയ സാധനം. അത് എന്താ പറയുക, അതങ്ങനെ പൊളിച്ച് മാറ്റാൻ പറ്റില്ല. ഇമാര് ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ വീണു. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പരിപാടികളൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇത് പറയാൻ വേണ്ടി ഒരു വീഡിയോ എടുത്താണ്. ഇന്ന് എനിക്കിനി സമയമൊന്നുമില്ല. ഞാൻ ഇന്ന് വീഡിയോ ഇടണമെന്ന് ആലോചിച്ചൊന്നുമല്ല അല്ലേ. ഞാനിവിടെ നമ്മുടെ ട്രേഡിംഗ് ഹാൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇമാര് 4 പേര് ഇവിടെ നിന്ന് ഇവിടെ ആരോ ഒന്നുമില്ല. അമ്മമാർക്കിട്ട് അടിയൊന്നും കിട്ടിയില്ല അല്ലേ. അത് തന്നെ. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഇത് വലുതാക്കി. അങ്ങനെയാണ് ഞാൻ വുഡ് എനിക്ക് തരുന്നില്ല. പിന്നെ ഞാൻ അപ്പുറത്ത് പോയി കുറേ വുഡ് വെച്ച് തിരിച്ചു വന്ന് വീണ്ടും AFK തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അവന്മാരെ. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഏരിയകളിൽ ഓർഡറാണ്. അപ്പം ഇത് കുറച്ച് പ്രശ്നമാണ്. അപ്പം നമുക്കൊന്നെങ്കിൽ ട്രേഡിംഗ് ഹാൾ ഈ ഇവിടെ കുറച്ച് നികത്തി സെറ്റപ്പാക്കാം. നമുക്കിവിടെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫാമും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കുത്തി വരയ്ക്കാം. അപ്പം നമ്മുടെ ട്രെയിനിങ് ഹാൾ ഈ ഒരു അറ്റത്തോട്ട് നമുക്ക് കുറച്ച് സ്പേസൊക്കെ വിരിച്ച് സെറ്റപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ പറയുക, നമ്മുടെ അയൺ ഫാം ഇവിടെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നത്. അതിൽ എന്താ പറയുക, മൊത്തം അടിച്ചു പോയി. നമ്മുടെ അയൺ ഫാം അടിച്ചു പോയി അല്ലേ. ഒരുത്തന്മാരൊക്കെ ഒന്ന് പുറത്താണ് സ്പോണായിരിക്കുന്നത്. അങ്ങ് അറ്റത്തെങ്ങാണ്ടുണ്ടായിരുന്നു. ഇവിടെ പോയെന്തോ എന്ത് ചെയ്യാൻ. അതാണ്ടേ ഇതേ ഒരുത്തൻ പോന്നു, ഇതേ ഒരുത്തൻ നിൽക്കുന്നു. നമ്മളൊന്നും തൊടണ്ട, നമ്മളെ കൊല്ലാൻ വരും. അപ്പം നമ്മുടെ അയൺ ഫാം ഇവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എത്രാമത്തെ താഴെ പറയുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ലേസിനൊന്നും പറ്റിയിട്ടില്ല. അവന്മാർ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അടുത്ത് 2 ചോയ്സ് ഒന്നെങ്കിൽ ഇത് മാറ്റി പണിയുക, അല്ലെങ്കിൽ അത് റിവെൽഡ് ചെയ്യുക. എനിക്ക് അയൺ ഫാം ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതിലും ഭേദം എന്താ പറയുക, നമ്മുടെ ട്രേഡിംഗ് ഹാൾ അങ്ങോട്ട് മാറ്റി. അതിനകത്ത് 4 വില്ലേജറല്ലേ ഉള്ളൂ. എളുപ്പമാണ്. നമ്മൾ ഒത്തിരി വില്ലേജസിനൊക്കെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അയൺ ഫാം മാറ്റി വിളിച്ചു അപ്പുറത്തോട്ട് കണ്ട് മാറ്റി വെച്ചതിന്. അങ്ങനെ നമ്മുടെ അയൺ ഫാമിയുടെ ബ്രേക്കിംഗ് ആയി. അപ്പം ഞാൻ എത്രാമത്തെ തവണയാണോ പറഞ്ഞത്? ഞാൻ എത്ര തവണ നമ്മുടെ അയൺ ഫാം ബ്രേക്ക് ആയെന്ന് നിങ്ങൾ കമൻറ്റിൽ പറയണേ. ഇന്നത്തെ വല്ലാത്തൊരു ദിവസമായിപ്പോയി. എന്തായാലും ഇന്നത്തെ ഈ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളതല്ലേ. മരയൊക്കെ ഒന്ന് ട്രേഡ് ചെയ്ത് മൊത്തം ആക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നല്ലേ. എന്നാലും ഇന്നത്തെ എന്താ പറയുക, വെറുതെ അങ്ങനെ ഒരെണ്ണം ആക്കണ്ട. നമുക്ക് പോയിട്ടേ
കുറച്ച് അയൺ എടുത്തുകൊണ്ട് വന്നിട്ട് ഇമ്മാരെ കുറച്ച് ട്രേഡ് ചെയ്യാം. എന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തീർക്കാം. എന്തെങ്കിലും പ്രൊഡക്റ്റീവ് വേണ്ടേ? നമ്മുടെ അയൺ ഫാം ഇല്ലാതെ ഒരു കാര്യം എന്നാണ് മൈൻക്രാഫ്റ്റിനകത്ത് പറ്റത്തില്ല. നമുക്ക് എന്ത് വേണേൽ അയൺ ഫാം വേണം. അയൺ ഫാം നിന്ന് പോയാൽ നിന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ കുറച്ച് നല്ല മഴയാണ്. അതിൻ്റെ കൂടെ ഞാൻ കിടന്ന് കളിക്കുന്നത്. എന്തായാലും നിർത്തി വെക്കണം. എന്തായാലും കുറച്ച് അയണൊക്കെ കുറച്ച് ട്രേഡ് ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് നിർത്താം. അപ്പുറത്തെ അവിടെ നിൽക്കുന്നവന് നമ്മളെന്താ പറയുക, ഇതുവരെ അൺലോക്ക് ആക്കിയിട്ടില്ല മൊത്തം. അപ്പോൾ അവനെയും കൂടെ അൺലോക്ക് ആക്കി ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് നിർത്താം. എറാ നിൻ്റെ പൈസ നമുക്ക് ട്രേഡ് ചെയ്യാം. അങ്ങനെ എത്രയായി? ഇവൻ നമുക്ക് പിക്കാക്സ് തരുന്നുണ്ട്. മറ്റേ മിണ്ടല്ലേ. അൺബ്രേക്കിംഗ് 3, എഫിഷ്യൻസി 2. കൊള്ളാം. ഇവന് അത് തന്നെയാണ്. ഒന്നും അൺലോക്ക് ആയില്ല. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത് ഇനി എന്താണ് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? മാറിപ്പോ. ഞാൻ ചെയ്തില്ല. ഓക്കെ, സെറ്റ്. നമുക്ക് ഇമ്മറിന്ന് ലെവലും കിട്ടുന്നുണ്ടോ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇമ്മറുടെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടോ, ആ ഗ്യാപ്പിനകത്തോടെ നമുക്ക് ലെവൽ കിട്ടും. ഇനി നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോട്ടോ ഷവലെല്ലാം കൂടെ എടുത്ത് വെള്ളത്തിലോട്ടോ അറിയാം. ഒന്നും വേണ്ട. നമ്മുടെ ട്രേഡിങ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് പതുക്കെ എന്താ പറയുക, നമുക്ക് കൊണ്ടുവരണം. നീ എന്തെങ്കിലും അയച്ചോടാ. ഇവൻ എഫിഷ്യൻസി ആണ്. ഇത് കൊള്ളാം. അൺബ്രേക്കിംഗ് 1 അത്. എഫിഷ്യൻസി 2 കുഴപ്പമില്ല. നീ എന്തായി നോക്കടാ. നീ അയച്ചോടാ. ഇല്ല, മര റീസ്റ്റോക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമുക്ക് 39 എമറാൾഡ് ട്രേഡ് ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് പറയാനായിട്ട് നമ്മുടെ അയൺ ഫാം ബ്രേക്കായ കാര്യം ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഞാൻ എന്താ പറയുക, വീഡിയോ ഇടണമെന്നൊന്നും ഉദ്ദേശിച്ച ഒരു ഇതല്ല. അതെ, മണിയൊക്കെ എടുത്ത് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്ര പോരാ, എനിക്കറിയാം. ഇന്ന് കുറച്ച് പണിയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്താ പറയുക, നമ്മുടെ വില്ലേജർ ട്രെയിനിങ് ഹോൾ മാറ്റാം. ഇന്ന് എനിക്ക് ഒട്ടും സമയമില്ല. ഞാൻ ഒത്തിരി AFK ഒന്നും ഇതിൻ്റെ പണിയൊക്കെ പകുതിയാണ്. അപ്പോൾ ഇതെല്ലാം ഇനി പൊളിച്ച് മാറ്റി ഒരു സ്ഥലത്തോട്ട് വെച്ചിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളിനി പോയിട്ട് അടുത്ത എപ്പിസോഡ് വാ. ടാറ്റാ, ബൈ ബൈ, സീ യു ഗൈസ്, ലവ് യു, ടേക്ക് കെയർ, ബൈ.